സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും സുജാത കൃഷിനെ സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചതിക്കുമായിരുന്നു. കാരണം തൻ്റെ മകൻ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ദേവ്ജിയും അതുപോലെ സാഗറും എല്ലാവരും മൗനം പാലിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബലരാമനെ കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം കൃഷാണ്. കൃഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തായാലും കൃഷും സാഗറും അറിയാതെ ബലരാമൻ എങ്ങും പോയി കാണില്ല. അവർ രണ്ടുപേരും കൂടി തൻ്റെ മകനെ തന്നിൽ നിന്നും അകറ്റിയിരിക്കുകയാണ് എന്നുള്ള തോന്നലിലായിരിക്കും സുജാത ഇങ്ങനെ നാടകമൊക്കെ കാണിച്ച് ഫുഡൊന്നും കഴിക്കാതെ മരുന്നൊന്നും കഴിക്കാതെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം എല്ലാവരും കൂടി കൃഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. കൃഷിനെ കാണണമെന്നൊരു ആഗ്രഹവും കൂടി പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമാകുന്നു. ആ ഒരു സമയത്ത് ദേവ്ജിയുടെ അഭിപ്രായ പ്രകാരം സാഗറാണെങ്കിൽ കൃഷും അതുപോലെ സുജാതയും മാത്രമാക്കി വീട്ടിൽ നിർത്തിയതിന് ശേഷം ആൻറ്റിയമ്മയും കൺമണിയും കൃപയായിട്ട് പുറത്തേക്ക് ട്രിപ്പിന് പോകുന്നുണ്ട്. കാരണം അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കൂടട്ടെ, നമ്മൾ തിരിച്ചു വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ അമ്മയും മകനും ഇനി ഒരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തട്ടെ എന്നൊക്കെ കൺമണിയും ആശംസിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനൊരു ചതി പതുങ്ങിയിരിക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ അവരാരും അറിയുന്നില്ല. എന്നാൽ ആ സമയത്ത് സാഗർ കുടുംബത്തിലെ എല്ലാവരും പോയി സുജാതയും കൃഷും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ഡോറൊക്കെ ലോക്കല്ലായിരുന്നു, ഓപ്പണായിട്ട് കിടന്നിരുന്ന ആ സമയത്ത് സുജാതയുടെ സുഖവിവരം അന്വേഷിക്കാൻ എന്ന രൂപത്തിൽ മാനസിയാണെങ്കിൽ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. ഡോറൊന്നും ലോക്കല്ലാത്തത് കൊണ്ട് ആരും വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും വേണ്ടി വന്നില്ല. അവൾ തന്നെ തുറന്നു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ സുജാതയും കൃഷും മേളിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ പുറത്തൊരാൾ വന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യമൊന്നും സുജാതയും അതുപോലെ കൃഷും അറിയുന്നില്ല. അപ്പം എങ്ങനെയൊക്കെ സ്വന്തം അമ്മയെ പരിചരിക്കുക, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അമ്മയോട് ഇത്രയും നാൾ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കൃഷിനാണെങ്കിൽ അച്ഛനേക്കായും എല്ലാവരേക്കായും കൺമണിയേക്കായും കൂടുതൽ ഇഷ്ടം അമ്മയാണ്. ആ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ കൊടുത്ത് കൃഷിയാണെങ്കിൽ കിച്ചണിലേക്ക് വെള്ളം എടുക്കാനോ കണ്ടു പോകുന്ന സമയത്താണെങ്കിൽ സുജാത പിന്നാലെ വിളിക്കുന്നുണ്ട്. കൃഷ്, എന്താ അമ്മ, എന്താ കാര്യം? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും ചോദിച്ചോ. എൻ്റെ മകൻ എന്തി, എൻ്റെ മകൻ ബലരാമൻ എന്തി എന്നാ ചോദിക്കുന്നതെന്ന് ദേഷ്യത്തോടെ കൃഷിൻ്റെ മുഖത്ത് നോക്കി സുജാത ചോദിക്കുന്നത് കേട്ടിട്ട് കൃഷാണെങ്കിൽ ആകെ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട്. കാരണം എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ സ്നേഹം നടിച്ച് വരുത്തിയതാണെന്നും എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ തനി സ്വഭാവം പുറത്തിറക്കുവാണ് എന്നൊക്കെ കൃഷിന് മനസ്സിലാകുന്നു. പക്ഷേ മാനസിയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ മകൻ ബലരാമൻ എന്തിയെന്ന് ചോദിക്കുന്നെങ്കിൽ കൃഷി സുജാത ആൻറ്റിയുടെ മകനല്ലേ, അതെന്താ അങ്ങനെ ചോദിച്ചേ എന്നുള്ളൊരു അങ്കലാപ്പിൽ മാനസിക നിൽക്കുന്നുണ്ട്. സുജാതയായിട്ടാണ് സത്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയുന്നത്. വീണ്ടും ശത്രുക്കൾ, ഏറ്റവും വലിയ ശത്രുക്കളാണ് മാനസിയും അതുപോലെ ജയമോഹനൊക്കെ. അവരെ പോലും ഇപ്പോൾ സത്യങ്ങൾ അറിയിക്കുന്നത് വീണ്ടും സുജാത തന്നെയാണ്. സുജാതയുടെ വായിൽ നിന്ന് തന്നെ മാനസി ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നുണ്ട്. അതേസമയം സാഗറാണെങ്കിൽ ഭയങ്കര ത്രില്ലടിച്ച് നടക്കുവാണ്. ഇതോടെ തൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. സാഗറിനെ സംബന്ധിച്ച് ബലരാമനേക്കായും ഒരു പടി കൂടുതൽ സ്നേഹം കൃഷ്ണനോട് തന്നെയാണ്. കൃഷ് ഒഴിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തെപ്പറ്റി തനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. കൃഷും ബലരാമനും കൃപയും കൺമണിയും എല്ലാവരും ചേർന്ന ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബമാണ് സാഗറിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ സുജാതയുടെ മനസ്സിൽ ബലരാമനും കൃപയും സാഗറും ആൻറ്റിയമ്മയും മാത്രമുള്ളൊരു കുടുംബം. അങ്ങനൊരു പോരിനൊടുവിൽ സുജാതയുടെ വായിൽ നിന്ന് തന്നെ ശത്രുക്കളും മിത്രങ്ങളും എല്ലാവരും ഞാൻ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സാഗറാണെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആൻറ്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പം എന്താകാനായിരിക്കും സാധ്യത? നീ എന്തിനാ സംശയിക്കുന്ന അനിയൻകുട്ട? ഇപ്പം അമ്മയും മകനും ഒരിക്കലും പിരിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരുപാട് സ്നേഹത്തിലായി കാണും. കാരണം കൃഷിന് അമ്മയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവളെന്ന് പറഞ്ഞ ജീവന. അതുപോലെ പുറമെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും സുജാതയ്ക്കും കൃഷി എന്ന് പറഞ്ഞ ജീവന. അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും വയ്യാതിരുന്ന ഈ സമയത്ത് പോലും ബലരാമനെ കാണണമെന്നല്ല പറഞ്ഞത്, കൃഷിനെ കാണണമെന്നാ. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ വിചാരിക്കുന്ന കണക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതേസമയം കൃപയാണെങ്കിൽ കൺമണിയോട് ചോദിക്കുന്നുണ്ട്. ഈ ഞെട്ടിക്കുന്ന സത്യമൊക്കെ അറിഞ്ഞപ്പോൾ കൺമണിയുടെ ആദ്യത്തെ മൈൻഡ് പോയത് എവിടെയായിരുന്നു? ആദ്യം കേട്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി. എന്തായാലും അമ്മയ്ക്ക് മകനെയും മകൻ അമ്മയും പിരിയാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ തങ്ങളിൽ പഴയതുപോലെ ഒന്നാകും എന്നെനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ കൺമണിയും പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ സാഗറും കുടുംബവും സന്തോഷിക്കുമ്പം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? സുജാത വീണ്ടും കൃഷിനെ അടിച്ചിറക്കുമോ? എല്ലാം കേട്ടുകൊണ്ടുവരുന്ന മാനസ ഇതിനെപ്പറ്റി സുജാതയോട് ചോദിക്കുമോ?
ദേഷ്യത്തിൻ്റെ പുറത്ത് സുജാത വീണ്ടും മാനസയോടും ആ ഞെട്ടിക്കുന്ന സത്യം, അതായത് കൃഷി തൻ്റെ സ്വന്തം മകനല്ല, താൻ പ്രസവിച്ച തൻ്റെ മകനല്ല, ഇതൊരു ദത്തുപുത്രനാണെന്നുള്ള കാര്യം വിളിച്ചു പറയുമോ? കാത്തിരിക്കാം.